തൂഫാൻ ടീം അടിച്ച് കൊഞ്ചായി പൊക്കിയ ശോഭ സൂപ്പർ സ്റ്റാർ. കേരളത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. അതിനൊപ്പം തന്നെ ഡാൻസ് ഓഫ് ടീമിനെയും പോലീസ് സംഘം നിയോഗിച്ചിരുന്നു. ലഹരി വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അതത് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ ഡാൻസ് ഓഫ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവരുടെ സംയുക്തമായ ഓപ്പറേഷൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെ വിജയകരമായി നടന്നു വരികയായിരുന്നു. തൂഫാനുമായി ബന്ധപ്പെട്ട് കിലോ കണക്കിന് കഞ്ചാവും അതേപോലെ തന്നെ MDMA അടക്കമുള്ള മയക്കുമരുന്നുകളാണ് ദിവസവും പിടികൂടുന്നത്. തൂഫാൻ അങ്ങനെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം ഡാൻസ് ഓഫ് ടീമും തൂഫാനുമായി സഹകരിച്ചുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള വലിയ ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ഇച്ഛാശക്തിയാണ് ഈ ഒരു രണ്ട് ടീമിനെയും യോജിപ്പിച്ച് കൊണ്ടുവന്ന് കേരളത്തിലെ ലഹരി മുക്തമാക്കുക എന്നുള്ള വലിയ സ്വപ്നത്തിലേക്ക് നയിക്കുന്നത്. അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇതാ ഒരു കോമാളിത്തരം നമുക്ക് കാണേണ്ടി വരുന്നു. പത്തനംതിട്ട ജില്ലയിലാണ് ഡാൻസ് ഓഫ് ടീം, അതായത് ലഹരി മുക്ത സേന, ആൾക്കാരെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനായി രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡാണല്ലോ ഈ തൂഫാൻ സ്ക്വാഡും അതേപോലെ ഡാൻസ് ഓഫ് സ്ക്വാഡും. ഈ പത്തനംതിട്ടയിലെ ഡാൻസ് ഓഫ് സ്ക്വാഡ് 3 പേരാണ് ആ ജീപ്പിൽ ഉണ്ടായിരുന്നത്. 3 പേരും മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലാണ്. അതായത് നാട്ടുകാരെ ഭയപ്പെടുത്തിക്കൊണ്ട്, റോഡിലെ വാഹനം ഓടിച്ചവരെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രണം വിട്ടാണ് ഇവർ മൈലപ്ര ഭാഗത്ത് നിന്ന് വന്നത്. നാട്ടുകാർ അന്തം വിട്ടുപോയി. കാരണം ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്നു, ആരെയും ഏത് സമയം ഇടിച്ചു കൊല്ലാൻ പറ്റുന്ന രീതിയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ഈ ഡാൻസ് ഓഫ് ടീമിലെ ക്രിമിനൽ സംഘങ്ങൾക്ക് 3 പേരും അടിച്ച് ഫിറ്റായി ബോധം പോയ അവസ്ഥയിൽ ഈ ജീപ്പിൽ പോയ ഈ ഡാൻസ് ഓഫ് ടീമിനെ ഓടിച്ചിട്ട് പിടിച്ച ഒരു ഓട്ടോറിക്ഷ ചേച്ചിയുണ്ട്, പേര് ശോഭ. മറ്റുള്ള നാട്ടുകാർ മുഴുവൻ ഓടിയകന്നപ്പോൾ ശോഭ തൻ്റെ ഓട്ടോറിക്ഷയുമായി ഈ ക്രിമിനൽ സംഘത്തെ പിന്നാലെ അനുഗമിച്ചു. അവരെ ഓടിച്ചിട്ട് പിടിച്ചു. SP ഓഫീസിന്റെ അവിടെ വെച്ചിട്ടാണ് ഈ 3 പേരെ ശോഭ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിച്ചു നിർത്തിയത്. കാരണം ശോഭയുടെ ഓട്ടോറിക്ഷ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇവരുടെ നിയന്ത്രണം വിട്ടിട്ടുള്ള ലഹരിയിൽ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത വിധത്തിലുള്ള ഇവരുടെ ഈ ഒരു പരാക്രമത്തിൽ ഈ ശോഭ എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയുടെ ഓട്ടോറിക്ഷ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 2-3 ഇഞ്ച് ഒന്ന് മാറിയിരുന്നെങ്കിൽ ഇവരുടെ ഓട്ടോറിക്ഷയും അതേപോലെ ശോഭയും വലിയ തോതിൽ അപകടത്തിലാകുമായിരുന്നു. എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഈ കാക്കിയിട്ടവരെല്ലാം ഒന്നാണ്. ഈ പറയുന്നവരുടെ ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാവം ശോഭയകത്താകും. കാരണം എന്തെല്ലാം കേസുകൾ വേണമെങ്കിൽ ഈ പാവപ്പെട്ട സ്ത്രീയുടെ മേൽ കെട്ടിവെക്കാം. അവർ വാഹനം അനിയന്ത്രിതമായി ഓടിച്ചു, വാഹന നിയമങ്ങൾ ലംഘിച്ചു എന്ന് തുടങ്ങി നിരവധി കേസുകൾ ഈ പാവം സ്ത്രീയുടെ മേൽ കെട്ടിവെക്കാം. പക്ഷേ ഈ ശോഭ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പൗരബോധമുണ്ടായിരുന്നു, നിയമബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റു നാട്ടുകാരെല്ലാവരും തന്നെ ഈ പോലീസ് സംഘത്തിന് മുന്നിൽ വിറങ്ങലിച്ചു നിന്നപ്പോൾ ശോഭ ഒറ്റയ്ക്ക് തൻ്റെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഈ ക്രിമിനൽ സംഘത്തിൻ്റെ ജീപ്പ് തടഞ്ഞു വെച്ചത്. ഇതോടുകൂടി ആൾക്കാരെല്ലാം ഓടിക്കൂടി. ശോഭ തടഞ്ഞു വെച്ചതോടുകൂടി, ഈ 3 അംഗ സംഘത്തിനെ തടഞ്ഞു വെച്ചതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഓടിക്കൂടി. അതോടുകൂടി ഈ പറയുന്ന മദ്യപിച്ച് മതോന്മത്തരായി ഇരുന്ന ഈ ഡാൻസ് ഓഫ് ടീമിലെ 2 പേർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. 3 പേരാണ് ഈ ജീപ്പിലുണ്ടായിരുന്നു. പറഞ്ഞല്ലോ, പ്രിയേഷ് എന്ന് പറയുന്ന ആളാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് വാഹനം നിയന്ത്രിച്ചത്. അതായത് ഡ്രൈവറായിട്ടുള്ളത് പ്രിയേഷ് ആയിരുന്നു. മറ്റു 2 പേർ സുമൻ, രാഹുൽ എന്നിവരായിരുന്നു. ശോഭ ഈ വണ്ടി തടഞ്ഞതോടുകൂടി രാഹുലും സുമനും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പ്രിയേഷിന് ഇറങ്ങി ഓടാൻ പറ്റാത്ത വിധത്തിൽ അവശനായിപ്പോയി, ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ അവശനായിപ്പോയി. അയാൾ കിടന്നാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെ ഈ ലഹരിയിൽ പാഞ്ഞു വന്ന ഈ ഡാൻസ് ഓഫ് സംഘത്തെ ശോഭ എന്ന നിത്യത്തൊഴിലിന് വേണ്ടി ജോലിയെടുത്ത് ജീവിക്കുന്ന ഈ പാവം സ്ത്രീ അവരെ ഓടിച്ചിട്ട് പിടിച്ച് SP ഓഫീസിന് മുന്നിൽ വരെ അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ 3 പേരെ, സുമനും പ്രിയേഷും രാഹുലും അടങ്ങുന്ന ഈ ഡാൻസ് ഓഫ് സംഘത്തെ ഓടിച്ചിട്ട് പിടിച്ച് അവരെ പോലീസിലേൽപ്പിക്കുകയായിരുന്നു.
എത്ര പറ്റിയാ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തില്ല നമുക്ക് ഒരു വഴി കണ്ടോ, വണ്ടി ഓടിക്കാൻ വയ്യ. ഞാനും തന്നെ വിചാരിച്ചേ. ഇവിടെ ഇതിന്റെ അവിടെ വെച്ച് ഞാൻ അലറിയോണ്ട് ഞാൻ എന്നെ ചോദിച്ചിട്ട് എന്റെ 3 മാസം ലൈസൻസ് കട്ടായ ഒന്ന് ചോദിച്ചു സാറേ, ചോദിച്ചിട്ട് പോയാൽ മതി. ആ വണ്ടി വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ വണ്ടി പറയാൻ പോയത് ഫോളോ ചെയ്ത് വന്നപ്പോ ഇതിലേ കയറിയപ്പോ ഞാനും പുറകെ വന്നു. അപ്പൊ ഞാനിവിടെ ഉണ്ട്. പുറകെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ വണ്ടി അടിച്ചിട്ട് ഓടിച്ചു വന്നത്. ഹിമപാല ഇങ്ങനെ കാണിക്കുമ്പോ നമ്മളത് നോക്കണ്ടേ, നമുക്ക് ഒരു കാശ് കിട്ടിയില്ലെങ്കിലും ഒരു ഓവർടേക്ക് ചെയ്തെങ്കിലും നമുക്ക് 500 രൂപ കെട്ടിയാ അവരത് വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോ നമ്മളെന്തോ ചെയ്യേണ്ടിയേ? നമ്മളെ സംരക്ഷിക്കേണ്ടവരല്ലേ ഇവര്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പോലീസ് സ്റ്റേഷൻ പോയോ? ഞാൻ പോയില്ല. അവരിപ്പോ ചാവി വാങ്ങിച്ചോണ്ട് പോയിരിക്കും, നാളെ എനിക്കായിരിക്കും പറ്റി വരുന്നത്. മനസ്സിലായോ? നമ്മൾ തെറ്റ് പറഞ്ഞെന്ന് അവര് പറയും. ശോഭ കണ്ടപ്പോഴുടൻ തന്നെ 2 പേർ ഇറങ്ങി ഓടി. അവരുടെ പിന്നാലെ ശോഭ ഓടി. പിടിക്കാൻ പറ്റുമോ എന്ന് സുമന്റെയും രാഹുലിന്റെയും പിന്നാലെ ഓടി. പക്ഷേ അവർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ നാട്ടുകാർ വിട്ടില്ല. സുമനെയും രാഹുലിനെയും പിടിച്ചു. ശോഭയ്ക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ശോഭ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയ ഈ സുമനെയും രാഹുലിനെയും നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു. പിന്നീട് DYSP ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു നാട്ടുകാർ, ഇതുപോലെ മദ്യപിച്ച് മതോന്മത്തരായ ഡാൻസ് ഓഫ് ടീം ഇതാ റോഡിൽ കിടക്കുന്നു, വന്ന് നോക്കൂ. നോക്കിയപ്പോഴുണ്ട് 3 പേരും 2 പേരെ അവിടെ നാട്ടുകാർ പിടികൂടി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഡ്രൈവറായിട്ടുള്ള പ്രിയേഷിന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയാണ്. അത്രമാത്രം മദ്യപിച്ച് തലയ്ക്ക് ലെക്ക് കെട്ടാണ് ഇയാൾ ഇരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ വഴിയിൽ തടഞ്ഞു നിർത്തി എത്രയോ തവണയാണ് യുവമാർ ഊതിക്കുന്നത്. നമ്മൾ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവരാണ് ഊതിപ്പിക്കുന്നത്. ആ ഊതിപ്പിക്കുന്ന സംഘമാണ് അടിച്ച് ഫിറ്റായി യാതൊരു ബോധവും വെളിവില്ലാതെ നാട്ടുകാരുടെ ജീവന് ഭീഷണിയായി ഇത്തരത്തിൽ അഴിഞ്ഞാടിയത്. പത്തനംതിട്ടയിൽ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഈ 3 അംഗ മദ്യപ സംഘം, ഈ 3 അംഗ ഡാൻസ് ഓഫ് സംഘം ആ അക്ഷരാർത്ഥത്തിൽ മദ്യപിച്ച് അഴിഞ്ഞാടുകയായിരുന്നു. നമ്മളുടെ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ 3 പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരുടെ ജീവൻ വെച്ച് കളിക്കുകയായിരുന്നു. അവിടെയാണ് ശോഭ എന്ന് പറയുന്ന സാധാരണക്കാരിയായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പൗരബോധം ഉയർന്നത്. അവർ തീരുമാനിച്ചു, ഇവന്മാരെ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാകില്ല. ഇതാണ് നിയമത്തിന്റെ അവബോധം. അത് ആർക്കായാലും അത് നടപ്പിലാക്കണമെന്നുള്ള ചിന്ത. നിയമം പാലിക്കേണ്ടവർ നിയമം ലംഘിക്കുമ്പോൾ ശോഭ തീരുമാനിച്ചത് അങ്ങനെ ഇവരെ വിടേണ്ടതില്ല, ഇവരാണ് നിയമപാലകർ. അതുകൊണ്ട് പൗര എന്ന നിലയിൽ, ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ അവരുടെ കർത്തവ്യ ബോധം, അവരുടെ നീതിബോധം ഉണർന്നു. അതുകൊണ്ടാണ് ശോഭ എന്ന് പറയുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഈ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആ പോലീസുകാർക്ക് ഒപ്പം പാഞ്ഞുകൊണ്ട് ആ 3 അംഗ ക്രിമിനൽ സംഘത്തിന് മുന്നിലേക്ക് എടുത്തു ചാടി അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തത് ശോഭ എന്ന് പറയുന്ന ഈ സാധാരണക്കാരിയായ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പാടുപെടുന്ന ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ശോഭ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിരിക്കുകയാണ്. കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരിക്കുകയാണ്. പോലീസിനെ നിയമം പഠിപ്പിച്ച സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ശോഭ. എത്ര പറ്റിയാ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വഴി കണ്ടോ, വണ്ടി ഓടിക്കാൻ വയ്യ. ഞാനും തന്നെ വിചാരിച്ചേ. ഇവിടെ ഇതിന്റെ അവിടെ വെച്ച് ഞാൻ അലറിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നെ ചോദിച്ചിട്ട് എന്റെ 3 മാസം ലൈസൻസ് കട്ടായ ഒന്ന് ചോദിച്ചു സാറേ, ചോദിച്ചിട്ട് പോയാൽ മതി. ആ വണ്ടി വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ
വണ്ടി പറയാൻ പോയത്. മോളെ ഇത് വന്നപ്പോ ഇതിലേ കയറിയപ്പോ ഞാനും പുറകെ വന്നു. അപ്പൊ ഞാനിവിടെ ഉണ്ട്. പുറകെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ വണ്ടി അടിച്ചിട്ട് ഓടിക്കുവാന്നുള്ളത്. ഇവപോലെ ഇങ്ങനെ കാണിക്കുമ്പോ നമ്മളത് നോക്കണ്ടേ, നമുക്ക് ഒരു കാശ് കിട്ടിയില്ലെങ്കിലോ ഒരു ഓവർടേക്ക് ചെയ്തെങ്കിലും നമുക്ക് 500 രൂപ പറ്റിയാ അവരത് വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യേണ്ടിയേ? നമ്മളെ സംരക്ഷിക്കേണ്ടതല്ലേ ഇവര്? അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പോലീസ് സ്റ്റേഷൻ പോയോ? ഞാൻ പോയില്ല. അവരിപ്പോ ചാവി വാങ്ങിച്ചോണ്ട് പോയിരിക്കും, നാളെ എനിക്കായിരിക്കും പറ്റി വരുന്നത്. മനസ്സിലായോ? നമ്മൾ തെറ്റ് പറഞ്ഞെന്ന് അവര് പറയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.